മറുനാടൻ മലയാളി ചാനലിൽ ഇന്ന് അദ്ദേഹം രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തെ സംബന്ധിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിലെ പ്രതിപാദിച്ചിരിക്കുന്നത് രണ്ട് സ്ത്രീകളുടെ ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ചിട്ടാണ്. ഈ രണ്ട് സ്ത്രീകളും രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. ഈ രണ്ട് സ്ത്രീകളിൽ ഒരാൾ സീമാജി നായരും മറ്റൊരാൾ തിരൂരിലെ മലയാളം സർവകലാശാലയിലെ അസോസിയേറ്റ് പ്രൊഫസറായ മല്ലിക എം.ജിയുമാണ്. ഈ വീഡിയോയിൽ അദ്ദേഹം സീമാജി നായരുമായിട്ട് ഈ വിഷയത്തെ അല്ലെങ്കിൽ ഈ പോസ്റ്റിനെ സംബന്ധിച്ച് സംസാരിക്കുന്ന ഓഡിയോ സംഭാഷണവും കൂടെ ചേർത്തിട്ടുണ്ട്. ഈ രണ്ട് പോസ്റ്റിലും ഈ രണ്ട് സ്ത്രീകളും ചെയ്തിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തിയെ വളരെ ശക്തമായി ന്യായീകരിക്കുകയാണ് ചെയ്തത്. ഈ രണ്ട് പോസ്റ്റുകളത് അദ്ദേഹം വീഡിയോ ചെയ്തിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ വ്യക്തമായിട്ടും ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. സെക്സ് ചെയ്യാൻ ധൈര്യമുള്ള സ്ത്രീ ഗർഭിണിയാകുമ്പോൾ മോങ്ങരുത് എന്നാണ് അദ്ദേഹം ആ വീഡിയോയ്ക്ക് കൊടുത്തിരിക്കുന്ന ക്യാപ്ഷൻ തന്നെ. രാഹുൽ മാങ്കൂട്ടം ഗർഭിണിയാക്കി എന്ന് പറയുന്ന സ്ത്രീ ആരാണെന്ന് നമുക്കറിയില്ല. അവൾ കരയുന്നതും നമ്മൾ കേട്ടില്ല. നമ്മൾ ആകെ കേട്ടിട്ടുള്ളത് ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു ഓഡിയോ സംഭാഷണമാണ്. ആ സംഭാഷണത്തിൽ ഒരിക്കൽ പോലും അവൾ കരയുന്നതോ അവൾ യാചിക്കുന്നതോ അല്ല നമ്മൾ കേട്ടത്. അവൾ ശക്തമായിട്ട് അയാളോട് എതിർക്കുന്നതാണ് കേട്ടത്. ആ ഓഡിയോ സംഭാഷണം ആദ്യം കേട്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന ചോദ്യം തന്നെ ഇവൾ ആരടി എന്ന് തന്നെയാണ്. ആ ഓഡിയോ സംഭാഷണം ആ പെൺകുട്ടി പുറത്തുവിട്ടതല്ല. ഇദ്ദേഹത്തിന് ഇവരുമായിട്ടുള്ള ബന്ധം അറിയാവുന്ന ഇവരുടെ പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള സുഹൃത്തുക്കൾ ആരോ തന്നെ പുറത്തുവിട്ടിട്ടുള്ളതാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാം കോൺഗ്രസ് പാർട്ടിയിലെ ഒരു രീതി, എല്ലാവരും നേതാക്കന്മാരും എല്ലാവരുടെയും കൂടെ കുറേ അനുചര വൃന്ദങ്ങളും ഉണ്ടാകും. ഇവർ പരസ്പരം കാലുവാരുകയും തൊഴുത്തിൽ കൂത്തു നടത്തുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതുപോലുള്ള കേസ് ഉണ്ടാകുമ്പോൾ ഇവർ പരസ്പരം ചെളിവാരി എറിയാനായിട്ട് ഇതൊക്കെ ഉപയോഗിക്കാറുള്ളതാണ്. ഇതിനു മുമ്പ് പല കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളതും കൂടെയാണ്. അതെല്ലാം കൃത്രിമമായിട്ട് BJPയോ അല്ലെങ്കിൽ ഇടതുപക്ഷ പാർട്ടികളോ ഉണ്ടാക്കിയതാണെന്ന് പറയാൻ പറ്റുമോ? രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ പറയുന്നവരുണ്ടാവാം. പക്ഷേ ഇവിടെ നമുക്കറിയാം പുള്ളിക്കാരൻ തെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഭരണഘടന അനുശാസിക്കുന്ന തെറ്റാണോ അത് ഭരണഘടന അനുശാസിക്കാത്ത തെറ്റാണോ എന്നൊന്നും സാധാരണക്കാരായിട്ടുള്ള നാട്ടുകാർക്ക് അറിയേണ്ട. ഒരു പൊതുപ്രവർത്തകനാകുമ്പോൾ അത്തരം തെറ്റുകൾ ചെയ്യാൻ പാടില്ല. കാരണം വളർന്നു വരുന്നൊരു സമൂഹത്തിന് മാതൃക കൂടെ ആവേണ്ട ഒരാളായിരിക്കണം എപ്പോഴും ഒരു പൊതുപ്രവർത്തകൻ.